ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 8-ാം പ്രതി ശങ്കരദാസിനെ ഇന്നലെ ആശുപത്രിയിലെത്തി SIT സംഘത്തിലുള്ള ശശിധരൻ എന്ന സുഹൃത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലത്തെ അറസ്റ്റ് നടത്തിയത് തിരുവനന്തപുരത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചികിത്സയിൽ കഴിയുന്ന ശങ്കരദാസിനെ ആണ്. അദ്ദേഹം 85 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. നല്ല സുഖമില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ അസുഖം തീർച്ചയായിട്ടും അതിനകത്ത് കഴമ്പുണ്ട്. അദ്ദേഹം ICUവിലാണ് ഇപ്പം കിടക്കുന്നത്. അദ്ദേഹത്തിനെ അറസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് വാർത്ത വന്നപ്പം മുതൽ അദ്ദേഹം ഹോസ്പിറ്റലായി എന്നാണ്, മനഃപൂർവ്വമായി എന്നാണ് വാർത്ത വന്നത്. പക്ഷേ അദ്ദേഹം സിക്കാണ് യഥാർത്ഥത്തിൽ. 85 വയസ്സുകൊണ്ട്. പോലീസിൽ തന്നെയുള്ള ഒരു DIGയുടെ നേരത്തെ SP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവാണിത്. അതുകൊണ്ടാണ് അറസ്റ്റ് താമസിക്കുന്നതൊക്കെ ഒത്തിരി വാർത്തകൾ വന്നിരുന്നു. ഏതായാലും ശശിധരൻ SP തിരുവനന്തപുരത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ICU കിടക്കുന്ന അദ്ദേഹത്തിനെ കണ്ടു. ദേഹത്ത് തൊട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്തപ്പം പിന്നെ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. സിക്കാണ്, ചികിത്സയിലാണ്, ICUവിലാണ്. എങ്കിലും അവിടെ 2 പോലീസുകാരെ ഡീറ്റെയിൻ ചെയ്തു. പോലീസ് നടപടി അങ്ങനെയാണ്. കാരണം പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഓടിപ്പോകാൻ കഴിയില്ല. ICUവിലാണ്. അദ്ദേഹം രോഗാവസ്ഥയിലാണ്. എങ്കിലും പോലീസ് പ്രൊട്ടക്ഷനിൽ തന്നെ മുന്നോട്ട് പോയേക്കുള്ളൂ. ഇന്ന് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തുള്ള റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കും. ആ റിമാൻഡ് അസൈൻ സമയത്ത് പ്രതിയെ ജഡ്ജി കണ്ടില്ല. അദ്ദേഹം പ്രതിയെ കാണണം. അതുകൊണ്ട് നേരെ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ വന്ന് ജഡ്ജി അവിടെ വന്ന് പ്രതിയെ കണ്ട് വിവരം അറിഞ്ഞ് സംസാരിച്ച് പ്രതിയെ കണ്ട് ബോധ്യപ്പെട്ട ശേഷം അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് അനുവദിക്കും. പോലീസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് റിമാൻഡ് അനുവദിച്ചു കഴിഞ്ഞാൽ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തിനെ അയക്കേണ്ടത്. പക്ഷേ സബ് ജയിലിലേക്ക് അയക്കുമായിരിക്കാം. പക്ഷേ അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥ കണ്ടതുകൊണ്ട് അവിടെ തന്നെ ചികിത്സയിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ റിമാൻഡ് അപേക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലിടാനേ കഴിയൂ. നിയമം അനുസരിച്ച് ജയിലിലോട്ടാണ് മാറ്റണം. ജയിലിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഓർഡർ വരുമെങ്കിലും പിന്നീട് ആ പ്രതിയുടെ പ്രൊട്ടക്ഷൻ ജയിൽ അധികൃതരാണ്. ഇപ്പം തൽക്കാലം ലോക്കൽ പോലീസിനെ ഇട്ടിട്ടുണ്ടാവും. റിമാൻഡ് എഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ജയിലിലെ സ്റ്റാഫായിരിക്കും, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകാം, സ്റ്റാഫായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യം നോക്കേണ്ടത്. അത് തന്നെയല്ല, ഇപ്പോഴത്തെ അറസ്റ്റോടുകൂടി ഏകദേശം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്മകുമാറിനെയും ദേവസ്വം മെമ്പേഴ്സായ 2 പേരെയും ഇപ്പോൾ അറസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശബരിമലയിലെ ധാരപാല ശില്പവും മറ്റും വെളിയിൽ കൊണ്ടുപോയി അത് പൂഷിച്ചു കൊണ്ടുവന്ന ഒരാൾ പ്രശാന്തുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഏറ്റവും അവസാനത്തെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. അതിനുശേഷമാണ് ജയകുമാർ IASനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഉത്തരവായിട്ട് 2-3 മാസമായേ ഉള്ളൂ. അപ്പോൾ അതുവരെ പ്രശാന്ത് എന്ന വ്യക്തിയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരീഡിലും കാലഘട്ടത്തിലും ഇവിടെ നിന്ന് ആ ദ്വാരപാല ശില്പവും മറ്റും ചെന്നൈക്ക് കൊണ്ടുപോയി പൂശാൻ കൊണ്ടുപോയി. അതിനകത്തും ദുരുദ്ദേശമുണ്ട്. അതിനകത്തും സ്വർണത്തിൻ്റെ കാര്യത്തിൽ അതിൽ നിന്ന് കണ്ടെടുത്ത പൂശിയ സ്വർണവും കണ്ടെടുത്ത സ്വർണവും തമ്മിലൊക്കെ പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിലെ അവസാനത്തെ പ്രസിഡന്റിനെയും തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് ഒരു കൺസെഷൻ കൊടുക്കാൻ കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും സ്വർണം പൂശിയ ധാരവാല ശില്പവും കട്ടിലപ്പടിയൊക്കെ പുറത്തേക്ക് പോയി, ചെന്നൈ വരെ പോയി, അതിൽ നിന്ന് എത്രമാത്രം എടുത്തു എന്നൊക്കെ ഇനി അന്വേഷണത്തിലേ കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രശാന്തിനും അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സീനിയറായ പല ആൾക്കാരുമുണ്ട്. പ്രസിഡന്റിൻ്റെ മുകളിലുള്ള ആൾക്കാർ പലരും ഇനി ഈ കേസ് അറിഞ്ഞില്ല, എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയാനൊന്നും കഴിയില്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഉന്നത പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് അടുത്ത SITയുടെ നീക്കം എങ്ങനെയാവും
എന്ന് നമുക്ക് കാണാം. 8-ാം പ്രതി ശങ്കർദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തതോടുകൂടി ദേവസ്വം ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ട 2017 മുതലുള്ള ആൾക്കാരെല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനകത്ത് തുണ്ടി സാധനങ്ങൾ റെക്കവർ ചെയ്യേണ്ട ബാധ്യത ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് തന്നെയല്ല 1998-99 മുതൽ 2025 വരെ 27 വർഷക്കാലത്തെ സ്വർണം പൊതിഞ്ഞ വിവരങ്ങളും സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയ വിവരങ്ങളും അതിൽ എത്രമാത്രം സ്വർണ്ണമുണ്ട്, എത്ര തിരിച്ചു വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളം അന്വേഷണ വെബ്സൈറ്റിൽ നടത്താനുണ്ട്. അത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെ, അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആ തൊണ്ടി സാധനങ്ങൾ അടുത്തൊന്നും കണ്ടെടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞാൽ പ്രതികൾക്ക് എലിജിബിലിറ്റി ഉണ്ട് അവർക്ക് ജാമ്യത്തിൽ പോകാൻ. കാരണം അങ്ങനെ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് ക്ലെയിം ചെയ്യും. കോടതിക്ക് ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ കേസിൽ പ്രതികളെ ജാമ്യത്തിൽ ഇപ്പം വിട്ടാൽ 90 ദിവസം കഴിഞ്ഞ് വിട്ടാൽ അവർ തീർച്ചയായിട്ടും എവിഡൻസ് നശിപ്പിക്കാനും മറ്റുള്ള കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ അവരെ വീണ്ടും ഡീറ്റെയിൻ ചെയ്യാം. അവർക്ക് ഒരു ലീഗലായിട്ട് ഒരു റൈറ്റ് സാധാരണ കേസിലൊക്കെ 90 ദിവസത്തിനകം അവർക്ക് ജാമ്യമല്ല, 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിന് അവർ എലിജിബിൾ ആണ് എന്നുള്ള ആ ഒരു വസ്തുത ഇവിടത്തേന് ബാധകമാവുകയോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. കാരണം അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ട്രോങ് ആയിട്ട് അതിനകത്ത് അവർ ജാമ്യത്തിൽ പോകാൻ നേരത്ത് ഒബ്ജക്റ്റ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ മൈനറായിട്ടുള്ള ഒഫൻസ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും അന്വേഷണം കുറേ നാളുകൂടെ നീളും. ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ടൈം ബൗണ്ടിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വേണം അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് കാരണം ഇതിനകത്ത് പ്രതികളിലേക്ക് വന്ന പണത്തിൻ്റെ കണക്ക് വിവിധ ബാങ്കുകളിലും വിവിധ അക്കൗണ്ടുകളും ബോഗസ് അക്കൗണ്ടിൽ കൂടെയൊക്കെ പണം വന്നു പോയിട്ടുണ്ട്. അത് കണ്ടെടുക്കാൻ സമയങ്ങളെടുക്കും. അന്നേരം ഓരോ പ്രതികളുടെ റോളും അവർക്ക് എത്ര പണം വന്നെന്നും എത്ര പണം അവർ വേറെ നിക്ഷേപിച്ചെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനി അന്വേഷണം മുന്നോട്ട് പോകാൻ വളരെയധികം സമയമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.